മക്കളെ, ഇന്ന് നമുക്ക് ഇച്ചു ആർബീനിയ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനിങ് നോക്കാം. മിഠായി. മിഠായി എന്ന് പറഞ്ഞാൽ മധുര പലഹാരം. മിഠായി എന്താണ്? മധുര പലഹാരമാണ് മിഠായി. അതായത് എല്ലാ മധുര പലഹാരങ്ങളും, ഇപ്പം ലഡു, ജിലേബി മുതലായ മധുരപലഹാരങ്ങളെയൊക്കെ പറയുന്ന പേരാണെന്ത്? മിഠായി. ടൂണ്ട് ലേന. ടൂണ്ട് ലേന എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, അന്വേഷിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ടൂണ്ടിന. ടൂണ്ടിന പറഞ്ഞാൽ അന്വേഷിക്കുക, കണ്ടെത്തുക എന്നൊക്കെ പറയും ടൂണ്ടിന. ഗൂമത്തെ ഗൂമത്തെ. ഗൂമത്തെ ഗൂമത്തെ പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി, ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നടക്കൂലേ? ചുറ്റിക്കറങ്ങി നടക്കും, സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. അതിനെയാണ് ഗൂമന എന്ന് പറയാം. അപ്പോൾ ഗൂമത്തെ ഗൂമത്തെ പറഞ്ഞാൽ ചുറ്റിത്തിരിഞ്ഞ്, ചുറ്റിത്തിരിഞ്ഞ്. അകേലെ. അകേലെ പറഞ്ഞാൽ ഒറ്റയ്ക്ക്, തനിച്ച്. അകേലെ പറഞ്ഞാൽ ഒറ്റയ്ക്ക്, തനിച്ചിരിക്കുന്നതിനാണ് അകേലെ പറയാം. അകേലെ പറഞ്ഞാൽ തനിച്ച്, ഒറ്റയ്ക്ക്, ഒറ്റയ്ക്കുള്ള. അകേലെ ദോടെ ഹി ഗാ സക്തി ഹേ. അങ്ങനെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് തിന്നുന്നില്ല. അകേലെ ദോടെ ഹി ഗാ സക്തി ഹേ, ഒറ്റയ്ക്ക് തിന്നുന്നില്ല. അതായത് ഉറുമ്പിന് വലിയൊരു മധുരപലഹാരം ഒരു ജിലേബിയാണെന്ന് വിചാരിക്കുക. അതിന് ആ ജിലേബി മുഴുവനായിട്ട് ഉറുമ്പിന് തിന്നാൻ പറ്റുമോ? ഇല്ല. അതതിൻ്റെ ഒരു അല്പം മാത്രമേ കഴിക്കുള്ളൂ അല്ലേ? ഒരു ഉറുമ്പ് അല്പം മാത്രം കഴിക്കുള്ളൂ. ഒരുപാട് ഉറുമ്പുകൾ കൂടിയാലാണ് അവർ ആ ജിലേബി മുഴുവൻ കഴിക്കുക. എല്ലാവരും കൂടെ ഒരുപാടെണ്ണം കൂടിയിട്ടാണ് അതെന്ത് ചെയ്യുക? അത്രയും ഒരു മധുരപലഹാരം തന്നെ കഴിക്കുന്നത്. ഒറ്റയ്ക്ക് അവർ ഒരു ജിലേബി മുഴുവനും ഒറ്റയ്ക്ക് കഴിക്കുന്നില്ല, ഒറ്റയ്ക്ക് തിന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. മിൽക്കർ. മിൽക്കർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. അപ്പോൾ അവരെങ്ങനെയാണ്? ഒരുമിച്ച് ചേർന്നിട്ടാണ് ചെയ്യുക. ഒരുമിച്ച്, എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട്, സംഘമായിട്ട്, ഒരുമിച്ച്, ഒന്നിച്ച്. മിൽക്കർ പറഞ്ഞാൽ ഒരുമിച്ച്. ചീംട്ടി ബനന. ചീംട്ടി ബനന പറഞ്ഞാൽ ഉറുമ്പാകണം. ചീംട്ടി ഉറുമ്പ്. ബനന നിർമ്മിക്കുക, ആകുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ചീംട്ടി ബനന പറഞ്ഞാൽ ഉറുമ്പ് ആകണം, ഉറുമ്പിനെ പോലെ ആവണം, അല്ലെങ്കിൽ ഉറുമ്പായി മാറണം എന്നാണ് പറയുന്നത്. മസേസെ. മസേസെ പറഞ്ഞാൽ സന്തോഷത്തോടെ. മസേ. മസേ പറഞ്ഞാൽ സന്തോഷം, ആഹ്ലാദം, രസകരമായ എന്നൊക്കെ പറയാം മസേ പറഞ്ഞാൽ. അപ്പോൾ സന്തോഷത്തോടെ എന്നാണ് മസേ എന്നതിൻ്റെ അർത്ഥം ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് നോക്കാം. അച്ഛാ ലഗ്താഹേ. അച്ഛാ ലഗ്താഹേ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥം. ഇഷ്ടപ്പെടുന്നു. അച്ഛാ ലഗ്താഹേ, ഇഷ്ടപ്പെടുന്നു. അച്ഛാ ലഗ്താഹേ, ഇഷ്ടപ്പെടുന്നു. അടുത്ത നോക്കാം. ബൈംസ്. ബൈംസ് എന്ന് പറഞ്ഞാൽ എരുമ. ബൈംസ് എരുമ. ബൈംസ് എരുമ. ഗന്ന കരിമ്പ്. ഗന്ന പറഞ്ഞാൽ കരിമ്പ്. ചീനി പറഞ്ഞാൽ എന്താ അറിയോ? ചീനി. ചീനി പറഞ്ഞാൽ പഞ്ചസാര. പഞ്ചസാരക്കാണ് ചീനി എന്ന് പറയുന്നത്. ഗന്ന എന്ന് പറഞ്ഞാൽ കരിമ്പ്. ഗന്ന കരിമ്പ്. ഗുദ്ഗുദി. ഗുദ്ഗുദി പറഞ്ഞാൽ ഇക്കിളി. ഇക്കിളിയാവുക. ഇക്കിളിയാവുന്നതിനെയാണ് എന്ത് പറയുക? ഗുദ്ഗുദി എന്ന് പറയാം. ഗുദ്ഗുദി എന്താണ്? ഇക്കിളി. ഇക്കിളിയാവുന്നതിനെയാണ് ഗുദ്ഗുദി എന്ന് പറയുന്നത്. അടുത്തത് ധീരേസെ. ധീരേസെ പറഞ്ഞാൽ ധീരെ. ധീരെ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പറയുക? പതുക്കെ എന്നുള്ള അർത്ഥമാണ്. ധീരേസെ പറഞ്ഞാൽ പതുക്കെ, സാവധാനം, പതുക്കെ. ധീരേസെ പതുക്കെ. സാത്ത് സാത്ത്. സാത്ത് സാത്ത് പറഞ്ഞാൽ ഒരുമിച്ച്. സാത്ത് ഒരുമിച്ച്, കൂടെ എന്നൊക്കെയുള്ള അർത്ഥമാണ്. സാത്ത് സാത്ത് ഒരുമിച്ച്. ചീനി വീനി. ചീനി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലേ, ഗന്ന പറഞ്ഞപ്പോൾ ചീനി പറഞ്ഞാൽ എന്താണ്? പഞ്ചസാര. ചീനി എന്താണ്?
പഞ്ചസാര. ഗന്നയിൽ നിന്ന് കരിമ്പിൽ നിന്നാണ് അല്ലേ പഞ്ചസാര ഉണ്ടാക്കുക, ചീനി ഉണ്ടാക്കുന്നത്. ചീനി പറഞ്ഞാൽ എന്താണ്? പഞ്ചസാര. ഗന്ന പറഞ്ഞാൽ കരിമ്പ്. അപ്പൻ. അപ്പൻ പറഞ്ഞാൽ നമ്മൾ. അപ്പൻ നമ്മൾ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അപ്പൻ നമ്മൾ. ദോടി ദീർക്കോ. ദോടി. ദോടി പറഞ്ഞാൽ അല്പം. ദോടി ദീർക്കോ അല്പനേരത്തേക്ക്. ദോടി ദീർക്കോ അല്പനേരത്തേക്ക്. ദോടി ദീർക്കോ അല്പനേരത്തേക്ക്. സുവർ. സുവർ എന്ന് പറഞ്ഞാൽ പന്നി. പന്നിയാണ് സുവർ. സുവർ എന്താണ്? പന്നി. ബരാബർ. ബരാബർ എന്ന് പറഞ്ഞാൽ തുല്യം. ബരാബർ തുല്യം. ബരാബർ എന്ന് പറഞ്ഞാൽ തുല്യം, തുല്യമായ. ബരാബർ എന്ന് പറഞ്ഞാൽ തുല്യം എന്നുള്ള അർത്ഥമാണ് ബരാബർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനിങ്. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് മീനിങ്ങുകളും ഈ പാഠബുക്ക് വായിക്കുന്ന സമയത്തുണ്ടായിരിക്കും. എല്ലാ മീനിങ്ങും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് ഓരോ ചാപ്റ്ററും വായിച്ച് അർത്ഥം മനസ്സിലാക്കി തന്നെ വായിച്ച് പഠിക്കണം. ക്ലാസ്സുകൾ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഓക്കെ.